ഹരേ കൃഷ്ണ. ഇന്ന് ഞാൻ കണ്ടൊരു കാഴ്ച, എന്നെല്ലാവരും കാണുന്ന കാഴ്ചയാണല്ലോ. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അച്ഛനമ്മ അത്ര കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിണ്ടാക്കിയിട്ട് ഒരു നിമിഷം കൊണ്ട് ജീവൻ കളയാൻ എന്തുണ്ടായി? ഇതിൽ ഒരു പ്രധാന കാരണം തന്നെ ഈ പെൺകുട്ടികൾ നമ്മൾ കല്യാണം നിശ്ചയിച്ചു ഒരിക്കലും ആണിനെ വിശ്വസിക്കരുതെന്ന് ഞാൻ പറയും. എറണാകുളത്ത് താമസിക്കുന്ന കൂട്ടുകാരൻ്റെ കൂടെ താമസിക്കുന്ന ഒരാൾ മറ്റേ പെൺകുട്ടീനെയും കൊണ്ട് അവനെ വീട് പണിയത് കാണാനായിട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ വീട്ടിൽ വന്ന് ഈ പെൺകുട്ടിയും ജോലി സ്ഥലത്തേക്ക് പോയി. പിന്നീട് വിളിച്ച വശം മരിക്കണം കുട്ടി. അത് കഴിഞ്ഞ് അവനും മരിക്കണം. ഞാൻ പറയണു, ഒരാളെ കല്യാണം നിശ്ചയിച്ചെന്ന് വെച്ചിട്ട് അവൻ്റെ കൂടെ ചുറ്റാൻ ആര് പറഞ്ഞു? നമ്മൾ കല്യാണം പണ്ട് കാലത്തൊക്കെ കല്യാണം നിശ്ചയിക്കുമ്പോൾ ചെക്കൻ വരില്ല, ഫോട്ടോ എടുക്കലില്ല. അവർ വന്നു, ലേശം ഭക്ഷണം കഴിച്ചു, അവർ പോയി. അല്ലാണ്ട് ചെക്കൻ കല്യാണത്തിന് അന്നാണ് നമുക്കൊക്കെ മോതിരട്ട് കല്യാണം കഴിക്കുക. ഇപ്പോൾ ഫാഷൻ കൂടി ഇപ്പം എന്തായി? ഡ്രസ്സ് എടുക്കാൻ പോക്കും പെൺകുട്ടികൾ. ചെക്കൻ വന്ന് വിളിക്കും, പോവും, ഡ്രസ്സ് എടുക്കാൻ പോവും. ആ പോണ പോക്കിൽ എവിടെയാണ് കൊണ്ട് പോകണമെന്ന് ഈ ലോകത്ത് ആരറിയില്ല. ഇതിപ്പോൾ അച്ഛനമ്മ അറിഞ്ഞിട്ടാണോ ഈ പെൺകുട്ടി ഈ വീട് കാണാൻ പോയത്? ഈ വീട്ടിൽ എത്ര കൂട്ടുകാരുണ്ടായിരുന്നു? ആരൊക്കെ ഉണ്ടായിരുന്നു? ആരോടാ ചോദിക്കുന്നത്? നമ്മൾ ഒരാളെ ഇന്നത്തെ കാലത്ത് സ്നേഹം പറയണ്ട. അത് ഇത്തിരി നേരത്തെ ഞാൻ കേട്ടു, ഒരു പെൺകുട്ടീനെയും ഒരു ആൺകുട്ടീനെയും എറണാകുളത്തും കൊച്ചിയിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കണം. അതിൽ നിന്ന് ഒരു സ്ത്രീ അവരെ രക്ഷിക്കണു. എല്ലായ്പ്പോഴും ആൾക്കാർ ഉണ്ടാവുമോ? നമ്മൾ പരമാവധി ഞാൻ എൻ്റെ മക്കളോട് പറയും, ഹോട്ടലിൽ നിങ്ങൾ പോയിട്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാവോ? അല്ലെങ്കിൽ കുട്ടികളൊക്കെ മയക്കി കൊണ്ടുപോയി അറിയില്ല. നമ്മുടെ പിള്ളേർക്കും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഒരു പേടിയില്ലൊന്നുമില്ല. രണ്ട് പെൺകുട്ടികളും അവരുടെ മക്കളെയൊക്കെ കൊണ്ടുപോയി ഒരു ഭക്ഷണത്തിനൊക്കെ പോവും. അതൊന്നും അത് ചെയ്യുമ്പോൾ ഞാൻ പറയാം, അധികം ആൾക്കാരുള്ള എൻ്റെ ഇടയിൽ പൊക്കോളൂ. അല്ലാണ്ട് ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോയിരുന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ എല്ലാവരോടും പറയും. പക്ഷേ ആരും കേൾക്കാൻ തയ്യാറ് ഇന്നത്തെ പെൺകുട്ടികളില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വിളിച്ചു, നാത്തൂൻ വന്ന് വിളിച്ചുകൊണ്ടുപോയി. എവിടേക്ക് പോയി? നാത്തൂൻ തന്നെയാണോന്നറിയോ വരുന്ന പെൺകുട്ടികൾ? ഈ പെൺകുട്ടികൾ മാതാപിതാക്കളെ കൊണ്ടുപോയി അവരെ കൂടെ പോയിട്ട് വേണം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ കൂടെ പോകണം. ഒന്നാമത്തെ കാര്യം, പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പെൺകുട്ടികളൊന്നും പോകണ്ട. ഞങ്ങളുടെ ആൾക്കാരൊക്കെ വീട്ടുകാരാണ് നമുക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കും. അതിനെന്തിട്ട് നമ്മൾ പോകണം? അവരെ ഇഷ്ടത്തിന് എടുക്കട്ടെ, അവരെ ഇഷ്ടത്തിന് എടുത്ത് നമുക്ക് തരട്ടെ, അല്ലേ? അല്ലാണ്ട് നമ്മൾ പോയി നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, 2000 കൂടുതലിന് ഇഷ്ടപ്പെട്ടു, അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വഴക്കൂടി പോന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പെൺകുട്ടികളോട് പറയുന്നത്, നിങ്ങൾ പരമാവധി നിങ്ങൾ കുറിക്കലിന് വേണ്ടെന്നല്ല പറയുന്നത്. അധികം അടുത്തും തൊട്ടും പിടിച്ചും ഒന്നും നിങ്ങൾ ഫോട്ടോ എടുക്കാണ്ടിരിക്കുക. ചിലർ വെള്ളത്തിൽ ചാടിയിട്ട് നിന്നിട്ട് ഫോട്ടോ, അത് കഴിഞ്ഞാൽ കല്യാണം മുടങ്ങും. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ജീവിതം കിട്ടണമെങ്കിൽ ഈ ഫോട്ടോകൾ എത്ര എണ്ണം ഒന്ന് നോക്കി നിങ്ങൾ. അപ്പോൾ നമ്മൾ പരമാവധി ഇത്തിരി അകലങ്ങളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുക. അധികം കെട്ടിപ്പിടിക്കാൻ, നമുക്കുള്ളതാണെങ്കിൽ ദൈവം താലി കെട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തുകൂടെ? ഇല്ലേ? അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരാണ് നമ്മുടെ സ്വന്തം പെൺമക്കളോടെ ഞാൻ പറയണേ. എനിക്ക് 2 പെൺമക്കളാണ്, 3 ആൺകുട്ടികളെ ദൈവം തന്നു, ഒരു പെൺകുട്ടീന്. അപ്പം ഞാൻ പറയണത്, ഈ ആൺകുട്ടികളോട് ഞാൻ പറയും, കൊച്ചു മക്കളാണ്, നിങ്ങൾ എല്ലാവരും പെങ്ങന്മാരായിട്ട് കണക്കാക്കുക. നിങ്ങൾ ഒന്നും ചെയ്യരുത്, നല്ല കുട്ടികളായി വളരും. അങ്ങനെയുള്ളവർ പ്രേമിക്കൂല, ഒന്നുമില്ല. പ്രേമിച്ച് കൊണ്ടുവന്നാൽ അവർ ആ പെൺകുട്ടീനെ ഇനി കല്യാണം കഴിക്കുള്ളൂ. എൻ്റെ മൂത്തോള് കുട്ടി പറയും, ഞാൻ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുള്ളൂ. അമ്മമ്മ നീ പ്രേമിച്ചോ, പക്ഷെ അനാവശ്യം ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. നീ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരാളെ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവ ഇത്തിരി മുതിർന്നവോ 8ലേക്ക് പഠിക്കുന്നു.
അപ്പം ഞാനതാ പറയണു, നമ്മളിപ്പോഴേ ആ മാതാപിതാക്കൾ പറയണം. ഇപ്പം ഈ കുട്ടിക്ക് പഠിപ്പിച്ചു, ജോലിയായി, എന്നിട്ട് ഈ സെക്കൻഡ് നേരം കൊണ്ട് പോയി ഇവൻ എന്ത് ഫോൺ ചെയ്ത് ഇവൻ്റെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഒന്നും ഈ കുട്ടിയിട്ട് പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. എന്നാൽ അതെങ്കിലും പറയാറുന്നു, ഈ കുട്ടിക്ക് ഈ വീട്ടുകാരോട് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയില്ലേ. നമ്മുടെ മക്കൾ നമ്മളോട് പറഞ്ഞ നമ്മളെ സ്നേഹം കല്യാണം കുറിക്കൽ ചില ആണുങ്ങളുണ്ട്, കല്യാണം കുറിക്കൽ കഴിഞ്ഞില്ലേ, ഇനിയിപ്പം നമുക്ക് എന്തായാലും എന്താ, നിന്നെയല്ലേ ഞാൻ കെട്ടാൻ പോണെന്ന്, അങ്ങനെയാണ് ആൾക്കാർ പറയാം. മനസ്സിലായ? ആ പറയണതിൽ കള്ളത്തരമുണ്ട്. മനസ്സിലായി? എൻ്റെ അറിവിൽ ഒരു പെൺകുട്ടീനെ കല്യാണം കുറുക്കിൽ കഴിഞ്ഞിട്ട് അവൻ ഫോട്ടോ എടുത്താക്കി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി നല്ലൊരു കുട്ടിയായിരുന്നു, ഞങ്ങളുടെ അയൽവക്കത്തുണ്ടായിരുന്നു. ആ കുട്ടി ഇട്ട വള അമ്മയെ കൊണ്ട് നാട്ടുകാരും പിടിച്ച് കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു. അവന് 2 വളയിട്ട വീട്ടുകാരാ. ചില ആൾക്കാർ 2 വളയിടും, ഞങ്ങളുടെ ആൾക്കാർ. ആ 2 വളി ഊരി കൊടുത്തു. ഈ ഒരു ബന്ധേ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചേക്കൻ ഇങ്ങനെ കള്ളും കുടിച്ചിട്ട് നിൻ്റെ ഫോട്ടോ എടുത്തയക്കും. ചിലവരങ്ങനെയാണ്, ഈ ഫോട്ടോ എടുത്തയക്കും, അതിന് ശേഷം പിന്നെ ആ ജീവിതമില്ല. പഠിപ്പും വിവരം ഉണ്ടായി പോരാ, കുറച്ചൊക്കെ വീട്ടിൽ നിന്നും നമ്മളെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ആര് വിളിച്ചാലും പെണ്ണുങ്ങൾ തന്നെ ശത്രുക്കളാണ്. പെണ്ണുങ്ങൾ വിളിച്ചാലും നിങ്ങൾ പോവരുത്. എൻ്റെ ഭർത്താവ് വയ്യാണ്ട് കിടക്കണം, നീ വായു എൻ്റെ കൂടെ. ഈ ഭർത്താവ് വയ്യാണ്ട് കിടക്കണം, നമ്മളെന്തിനാ പോകണം? നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരിക്കലും പോകേണ്ട കാര്യമില്ല. അവരെ വീട്ടുകാർ അവരെ കാര്യങ്ങൾ എന്തിനു നമ്മൾ പോകണം? അമാതിരി എന്ത് കാര്യത്തിനും ചില കുട്ടികളുണ്ട്, വിളിക്കുമ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങി പോവാണ്, വീട്ടിലൊന്നും പറയില്ല. വല്ലതും വന്നിട്ട് എന്താണ് കാര്യം? ഇന്നത്തെ കാലത്ത് ഒന്നും ചെയ്യാണ്ട് ആൾക്കാരെ പറഞ്ഞുണ്ടാക്കണ കാലം. അതുകൊണ്ട് നിങ്ങളെപ്പോഴും പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. കല്യാണം കുറുക്കിൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആണുങ്ങൾ വിളിക്കണോടത്തേക്ക് ഒന്നും പോകരുത്. അവർ നമ്മളെ ചതിക്കും. ഇപ്പം ഇതങ്ങനെ ഉണ്ടായിക്കുന്നത് എൻ്റെ സംശയം കേട്ടോ. ഇനി വേറെ എല്ലാ ആണുങ്ങളും പൊട്ടയല്ല. എത്ര ആണുങ്ങളെന്നറിയാം സഹായിക്കുന്ന ആൾക്കാരുണ്ടെന്നറിയാം. ഒരു കുട്ടിക്ക് വല്ല വയ്യാണ്ടായാലും ഒക്കെ കൊണ്ടോടാനും പിടിക്കാനും ഒക്കെ ആണുങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ നിറകെട്ട ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. കല്യാണം കുറിക്കലിനൊന്നും വലിയ തൊട്ടും പിടിച്ചൊന്നും നിങ്ങൾ ഫോട്ടോ എടുക്കണ്ട. ഇവർ നമ്മുടെ സ്വന്തമാണെങ്കിൽ താലി ഒരെണ്ണം കഴുത്തിൽ വീഴണം. മനസ്സിലായ? അതുകൊണ്ട് താലിക്ക് ഭയങ്കര വിലയാണ്. താലി എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവിൻ്റെ സൂചകം. അപ്പോൾ നമ്മൾ ആ താലിക്ക് ഭയങ്കര വില കൊടുക്കും. താലി വീണ് കഴിച്ചിട്ട് നമ്മൾ എന്തുട്ട് തേങ്ങയിലും കുഴപ്പമില്ലെന്നേ, നിങ്ങൾ ചെയ്തോളാം, കുഴപ്പമില്ല. പക്ഷേ അതിൽ മുപ്പാട് ഒരിക്കലും ഡ്രസ്സ് എടുക്കാനോ അമാതിരി ഒരു സ്ഥലത്തേക്ക് നമ്മൾ തന്നെ അവരെ നാത്തുമാർ അവരെ അമ്മായിയുള്ള ഇതൊന്നും നമുക്കറിയില്ല. ഇവരെ സ്വന്തക്കാരാണോ നമുക്കറിയില്ല. അവർ പറയുന്നത് നമ്മുടെ സ്വന്തക്കാരാന്ന് പറയും. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ പരമാവധി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭർത്താവിനെ കൂടെ എവിടേക്ക് വേണമെങ്കിൽ പൊക്കോ, കുഴപ്പമില്ല. പക്ഷേ മുപ്പാട് നിങ്ങൾ പോകരുത്. ഈ കുട്ടി ആ വീട്ടിലേക്ക് പോണത് അയൽപക്കക്കാർ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് ന്യൂസിൽ വരുന്നത്. എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടി അറിവില്ലാണ്ട് ചെയ്തു പോയതാവും. വായു നമുക്ക് വീട് കാണാമെന്ന് പറഞ്ഞ് പോയാൽ എന്തൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പെൺമക്കളെ, എനിക്കുണ്ട് 2 പെൺമക്കൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കുറച്ചൊക്കെ ആലോചിച്ച് ചിന്തിക്കുക. പഠിച്ച് കാണാപ്പാഠം എഴുതിയിട്ട് കാര്യമില്ല. നമുക്കതല്ല വലുത്. നമുക്ക് പുറമേയുള്ള വിദ്യാഭ്യാസം അത് അമ്മമാരെപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അത് ഉപദേശം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. പക്ഷെ നല്ല സ്നേഹത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ചെയ്യാൻ പാടില്ല, അത് പാടിയത് എന്താണ്, പാടാത്തത് എന്താണെന്നൊക്കെ അറിയാം. എൻ്റെ പേര് അനിത ശങ്കരനാരായണൻ ഉണ്ട്. ഞാൻ ഒരാളെയും കുറ്റം പറയില്ല. ആണുങ്ങളെ ആക്ഷേപിക്കണം. എനിക്കുണ്ട് ഭർത്താവ്, എനിക്കുണ്ട് 3 ആൺമക്കൾ. 3 ആൺമക്കൾ എൻ്റെ കൊച്ചു മക്കൾ. അവരോട് ഞാൻ പറയും, മക്കളെ ഒരു സ്ത്രീകളെയും ആവശ്യമില്ലാണ്ട് തൊടാനോ പിടിക്കാനോ ഒന്നും പോകരുത്. ഞാൻ എപ്പോഴും പറയും പിള്ളേരോട്, എൻ്റെ മക്കളോടും പറയും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ചെയ്യുന്നത് ഒരു തെറ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി എന്നെ ചീത്ത വിളിക്കാൻ വരരുത്. ചീത്ത പറഞ്ഞാലും ഇപ്പം ഞാൻ അതൊന്നും നോക്കണമെന്നില്ല. സാധാരണ ഒരു വീട്ടമ്മ, 10ാം ക്ലാസ്സുകാരിയാണ് ഞാൻ. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഞാൻ 10ാം ക്ലാസ് ആയത് നന്നായി ഞാനിപ്പം വിചാരിക്കണം. 9ാം ക്ലാസ് 10ാം ക്ലാസ്സല്ല.
9ാം ക്ലാസ്സും ഗുസ്തിയും. അപ്പോൾ എൻ്റെ അച്ഛനമ്മമാരൊക്കെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നേക്കണം. മനസ്സിലായ?